വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. ക്രൂരമായി ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. പാലക്കാട് ഹോട്ടലിൽ നിന്നും രാത്രി പിടികൂടിയ രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിൽ പരാതിയിലെ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ പരാതിയിലെ ആരോപണങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പരാതിക്കാരിയുമായി ബന്ധമുണ്ട്, അതിനപ്പുറത്തേക്ക് പരാതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതിയിലെ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ നിഷേധിക്കുകയായിരുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്ന പോലീസ് സംഘം വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് നിരത്തുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഫോൺ വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ പൈസ വാങ്ങിയതിനുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ രേഖകൾ അടക്കം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. ഏതായാലും AR ക്യാമ്പിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും ഇനിയിപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികളിലേക്ക് പോകും. ഏതായാലും ഈ സ്ഥിരം കുറ്റവാളിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ആണ് പോലീസ് പറയുന്നത്. അതിപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള അറസ്റ്റ് നോട്ടിൽ സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇത്തരമൊരു നടപടിയിലേക്ക് പോകും എന്നുള്ളത്. കാരണം ഈ പരാതിയിലെ നടപടിക്രമങ്ങളെല്ലാം വളരെ രഹസ്യമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോയത്. പരാതി ലഭിച്ചു, പിന്നീട് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടു, വീഡിയോ കോൺഫറൻസിംഗിലൂടെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ നിരീക്ഷണത്തിലേക്ക് മാറ്റി അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ അന്വേഷണ സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഇന്നലെ പകൽ മുഴുവൻ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ വഴികളിലൊക്കെ അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോട്ടലിൽ മുറിയെടുത്ത് അവർ താമസിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ കനത്ത നിരീക്ഷണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇന്നലെ രാത്രി 12:15 ഈ KPM ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന 2002 എന്ന നമ്പർ മുറിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതും 15 മിനിറ്റിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും അതിനുശേഷം ഇന്ന് പുലർച്ചെ AR ക്യാമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുകയുമാണ് ചെയ്തത്. ഏതായാലും അതിനുശേഷമാണ് ചോദ്യം ചെയ്യലടക്കം തുടങ്ങുകയും ചെയ്തത്. ഏതായാലും ഈ പരാതിക്കാരിയുടെ മൊഴി വളരെ ഗുരുതരമായ ഒന്നാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിലടക്കം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ബലാത്സംഗം ചെയ്തു, അതായത് വിവാഹ വാഗ്ദാനം നൽകിയാണ് വിളിച്ചു വരുത്തിയത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവുമായി അകന്ന് കഴിയുകയാണ്. അതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി പരിചയപ്പെടുന്നത്. ഇയാൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ച് ബലമായി ബലാത്സംഗം ചെയ്തു. അതുപോലെ തന്നെ പിന്നീട് ഗർഭിണിയായ ഘട്ടത്തിൽ അധിക്ഷേപിച്ചു. പിന്നീട് ഈ ഭ്രൂണം അത് DNA പരിശോധനയ്ക്ക് നൽകി എന്നുള്ള മൊഴികളാണ് കൂടുതലും ഉള്ളത്. മാത്രമല്ല സാമ്പത്തികമായി ഒരുപാട് കാര്യങ്ങൾ തന്നിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ്. വസ്ത്രങ്ങൾ അടക്കം, വില കൂടിയ വസ്ത്രങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങി നൽകിയിട്ടുണ്ട്. അത് കൂടാതെ പലപ്പോഴായി പണം നൽകിയിട്ടുണ്ട്. അതിന് പുറമെ പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങി നൽകണമെന്ന ആവശ്യമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്നു എന്നുള്ള കാര്യവും കൂടി ഈ പരാതിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പരാതിക്കാരി വിദേശത്താണ് നിലവിൽ ഉള്ളത്. അവർ പത്തനംതിട്ട സ്വദേശിനിയാണ്. നിലവിൽ അവർ വിദേശത്താണ് ഉള്ളത്. നാളെ അവർ ഒരുപക്ഷെ കേരളത്തിലേക്ക് എത്തിയേക്കും. അതിനുശേഷം അന്വേഷണ സംഘത്തിന് നേരിട്ട് തന്നെ മൊഴി നൽകും. അതിനുശേഷമായി നൽകും എന്നുള്ളതാണ്. ഒരുപക്ഷെ രഹസ്യ മൊഴിയും രേഖപ്പെടുത്താനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ആന്റണി, അതുപോലെ തന്നെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് ശേഷം ആദ്യ പരാതി നൽകിയ അതിജീവിതയുടെ പ്രതികരണം അടക്കം പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും
ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ്. അതാണ്. പക്ഷേ ഇനി രാഹുൽ ഇത്രയും ഈ അറസ്റ്റിലായ സാഹചര്യത്തിൽ ധാർമ്മികത ഉയർത്തിക്കൊണ്ട് രാജിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്നത് തങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ്സുകാരനല്ല നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പാർട്ടി അനുയായി അല്ല, അല്ലെങ്കിൽ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം. അതേസമയം കോൺഗ്രസ് രാജി വയ്ക്കാൻ ഇയാളോട് പറയണം എന്നുള്ളൊരു ആവശ്യമാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ അയാളോട് രാജിവെക്കാനുള്ള ആവശ്യം ഉന്നയിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. അയാളാണ് സ്വയം തീരുമാനിക്കേണ്ടത്. ഈ ധാർമ്മികത ഉയർത്തിക്കാട്ടിക്കൊണ്ട് അയാൾ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റണി, ഇപ്പോൾ ബലാത്സംഗം, അതുപോലെ തന്നെ നിർബന്ധിത ഭ്രൂണഹത്യ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ ഏതൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്? തീർച്ചയായും ബലാത്സംഗം, അതുപോലെ തന്നെ ഈ പറയുന്ന നിർബന്ധിത ഗർഭചിത്രം, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ, വിശ്വാസവഞ്ചന തുടങ്ങി, അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണം തുടങ്ങി 8ഓളം വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 3ഓളം വകുപ്പുകൾ ജീവപര്യന്തം കിട്ടാവുന്ന വകുപ്പുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരുന്നത് ഈ സമാനമായ വകുപ്പുകൾ തന്നെയാണ്. അതിൽ ഈ സാമ്പത്തിക ചൂഷണം മാത്രമാണ് ഇത്തവണ പുതിയതായി വന്നിട്ടുള്ളത്. മറ്റ് കേസുകളിൽ ആദ്യത്തെ 2 കേസുകളിലും സമാനമായി തന്നെ ഇങ്ങനെ ബലാത്സംഗ കുറ്റമുണ്ട്. അതുപോലെ തന്നെ ഈ നിർബന്ധിത ആദ്യത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ നിർബന്ധിത ഗർഭചിത്രമില്ല. ഏറ്റവും ആദ്യത്തെ കേസിലും ഇപ്പോൾ ഈ കേസിലുമാണ് ഈ നിർബന്ധിത ഗർഭചിത്രം ഉള്ളത്. അതുപോലെ തന്നെ ഭീഷണി അടക്കമുള്ള വകുപ്പുകളുമാണ് ഈ 2 കേസുകളിലുള്ളത്. എല്ലാ കേസുകളിലും സമാനമായി തന്നെയുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തന്നെ സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നു എന്ന് പരാതിക്കാരി പറയുന്നുണ്ട്. പലപ്പോഴായി പണമടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിക്കാരിയിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സാമ്പത്തിക ചൂഷണത്തിനുള്ള വകുപ്പുകൾ കൂടി ചുമത്തി ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ്. കാരണം തൻ്റെ സമ്മതമില്ലാതെയാണ് ഇത്തരത്തിൽ ഇയാൾ ബലാത്സംഗം അല്ലെങ്കിൽ ആ ഒരു നിലവിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വകുപ്പുകൾ കൂടുതൽ ശക്തമായി തന്നെ പോലീസ് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആദ്യ കേസുകളിലൊക്കെ വലിയ തിരിച്ചടി പ്രത്യേക സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് നേരിടേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ പരാതി ലഭിച്ച കേസ് എടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയാണ് ചെയ്തത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഘട്ടത്തിലൊന്നും കണ്ടുപിടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘം അവിടേക്ക് എത്തുമ്പോഴൊക്കെ ഇയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത്. പോലീസിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് അറസ്റ്റ് നീട്ടുന്നതിനുള്ള നടപടികളും അറസ്റ്റ് ഹൈക്കോടതി നീട്ടുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിൽ അത് കൃത്യമായി തന്നെ ഒരു പഴുതടച്ച് രാഹുൽ ഒരു തരത്തിലും ഒളിവിൽ പോകരുത്, അതുപോലെ തന്നെ കോടതിയിലേക്ക് പോകരുത് എന്നിവയുള്ള ലക്ഷ്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കൃത്യമായി തെളിവുകളടക്കം ശേഖരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നത്. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പത്തനംതിട്ട സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായി ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു, സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. പാലക്കാട് ഹോട്ടലിൽ നിന്നും രാത്രി പിടികൂടിയ രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിൽ പരാതിയിലെ ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ 3ാമത്തെ പരാതിയിൽ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്ന സമയത്ത് ഈ രാഹുലിന്റെ MLA സ്ഥാനം അടക്കം രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഒരു ആദ്യ പരാതി മുതൽ ഉയർന്നു കേൾക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതാണ് എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും കഴിഞ്ഞ 2 മാസമായിട്ട് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലാത്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ പറയുന്നത്. കാരണം അത്രയധികം ക്രൂരമായ പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് പാർട്ടിക്ക് നിരക്കാത്തതാണ്. പാർട്ടി പ്രവർത്തകർ നിലയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി വെളിയിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ള ആവശ്യം ഒരിക്കൽ പോലും പാർട്ടിക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അത് രാജിവെക്കേണ്ടത്, അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലയും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നത്. ഒട്ടുമിക്ക നേതാക്കന്മാരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ നേതാവോ പ്രവർത്തകനോ അല്ലാത്ത ഒരാളിനെ കുറിച്ച് ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ തന്നെ, അതായത് ജൂൺ ജൂലൈ തുടങ്ങി ജൂലൈ മാസത്തിലും അതുകഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുമൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തകനായി മുന്നണിയിലുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അതിനുശേഷം ആണ് ഈ പരാതികൾ എത്തുന്നത്. ആദ്യം ചാനലുകളിലൂടെ ആയിരുന്നു ആദ്യ അതിജീവതയുടെ പരാതി, അല്ലെങ്കിൽ പരാതിയല്ല, ചില വാട്സപ്പ് ചാറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തേക്ക് വന്നത്. അന്ന് കൃത്യമായും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഹൂ കെയർസ് എന്ന് പറയുന്ന 1-2 ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 1 അല്ല 2 അല്ല 3 അല്ല 4ഓളം പരാതികളാണ്. അത് ആദ്യം ഒരു മോഡലിൻ്റെ ഭാഗത്ത് നിന്നാണ് പരാതി ഉയർന്നത്. മോഡൽ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെ അതിജീവത ഈ പരാതിയുമായി മറ്റൊരു അതിജീവതയായിരുന്നു. ആ അതിജീവതയും ഈ മോഡലിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നടപടിയുമായി കോൺഗ്രസ് തന്നെ രംഗത്തെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് മുൻകൈയെടുത്ത് നടപടികൾ നടപ്പിലാക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പിൻവലിപ്പിക്കുന്നു, അല്ലെങ്കിൽ രാജിവെപ്പിക്കുന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് 6 മാസത്തേക്ക് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ട് പാർട്ടിക്ക് നിന്ന് പുറത്തേക്ക് ഇറക്കി നിർത്തുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ ഒരു നിലപാട് കൊണ്ട്. പക്ഷേ ആ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ നൽകിയിരുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് സജീവമായി പല സമയങ്ങളിലായി പാലക്കാട് തൻ്റെ നിയമസഭാ മണ്ഡലങ്ങളിലെത്തുകയും വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി പങ്കെടുത്ത യോഗത്തിൽ പോലും കയറിയിരിക്കുകയും ചെയ്തിരുന്നു. BJP നേതാക്കന്മാർ പങ്കെടുത്തിരുന്ന മുനിസിപ്പാലിറ്റി യോഗങ്ങളിൽ പോലും പങ്കെടുത്തു. അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു 4ാമത്തെ കേസ് വരുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് 3 കേസുകളിലും സാമ്പത്തികപരമായ അഴിമതി ആരോപണം ഇല്ലായിരുന്നു. പലപ്പോഴായി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും വലിയ തരത്തിലുള്ള തുക തട്ടിയെടുത്തു. മാത്രവുമല്ല, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, വാച്ചുകൾ, ചെരുപ്പുകൾ, ഈ ഒരു പുരുഷൻ എന്തൊക്കെ ധരിക്കുമോ ആ സാധനങ്ങൾ മുഴുവൻ, ഏറ്റവും വില കൂടിയ സാധനങ്ങൾ മുഴുവൻ ഈ സ്ത്രീയെ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ആ സ്ത്രീ ഗർഭിണി ആയി എന്നതിന് ശേഷം അവർ ഇപ്പോൾ വിദേശത്താണ്. ആ സ്ത്രീയോട് അല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്നു. ആ ഗർഭചിത്രത്തിന് തയ്യാറാകുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുകയും, എന്നാൽ ആ സ്ത്രീ സധൈര്യം മുന്നോട്ട് വയ്ക്കുന്നു DNA പരിശോധനയ്ക്ക് തയ്യാറാകണം എന്നുള്ളത്. അവർ ഇതുമായി ബന്ധപ്പെട്ട ഭ്രൂണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ സൂക്ഷിച്ചു വെക്കുകയും ഇനി അവർ DNA പരിശോധനയ്ക്ക് അവർ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് 4ാമത്തെ കേസിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇനി റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരണം. ഏകദേശം 8 വകുപ്പ്, നമുക്കറിയാൻ കഴിയുന്നത് 8-ലധികം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ 2 എണ്ണം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. എന്നാൽ ഇപ്പോഴും അന്വേഷണ സംഘവുമായി ഒരു വിധത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പ്രത്യേകിച്ചും തനിക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് എല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. മാത്രവുമല്ല,
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട മൊബൈൽ ഫോണുകളുടെ പാസ്വേഡുകൾ പോലും കൈമാറാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഒരു 12 മണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ക്യാമ്പിൽ നിന്നും നേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. IG പൂങ്കുഴലിക്കാണ് അതിൻ്റെ ചുമതല. IG പൂങ്കുഴലി ഉൾപ്പെടെയുള്ളവർ ഈ ക്യാമ്പിലെത്തി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കാര്യമായ ഒരു പ്രതികരണം, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തോട് ഇയാൾ കൂടുതലായി സഹകരിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ഈ അതിജീവത, ഈ 4ാമത്തെ കേസ് നൽകിയിരിക്കുന്ന അതിജീവത, അല്ലെങ്കിൽ ആ കേസിലെ പരാതിക്കാരി ഇന്ന് വൈകുന്നേരമോ നാളെയോടുകൂടി തന്നെ കേരളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിനുശേഷം അവർ കോടതിയിലെത്തി രഹസ്യമൊഴി നൽകും എന്നും ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ യുവ നേതാവ് നടത്തിയിരിക്കുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാർട്ടിക്ക് പുറത്തായതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അത്യാവശ്യം തല ഉയർത്തി നിൽക്കാൻ കഴിയും. കാരണം കുഴപ്പക്കാരനായതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരത്തെത്തി നിൽക്കുമ്പോഴെങ്കിലും അതിൻ്റേതായ ഒരു മാന്യത പുലർത്തുവാൻ ഈ യുവ നേതാവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ, ഒരു മാനസിക രോഗി കാണിക്കാൻ തരത്തിലുള്ള ചേഷ്ടകൾ, ഇതൊക്കെയാണ് പരാതികളിൽ ഉൾപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ പരാതികളെല്ലാം കിട്ടിയിട്ടുള്ള 4 പരാതികളും സമാന സ്വഭാവമുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഈ 3 സ്ത്രീകളെയാണ് ഇയാൾ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. ആ 3 സ്ത്രീകൾ നൽകിയ പരാതിയിൽ സമാനമായ കാര്യങ്ങൾ തന്നെ പറയുന്നു. വലിയ തരത്തിൽ ശാരീരികമായി ഉപദ്രവം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഗർഭവതിയാകണം എന്ന് അവരെ നിർബന്ധിക്കുന്നു. ഗർഭിണിയായതിനു ശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു. ഇത്തരത്തിൽ ഒരേ തരത്തിലുള്ള സ്വഭാവങ്ങൾ, ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കേസുകളുടെയൊക്കെ സമാനമായ സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത് എങ്കിൽ പോലും ആ ചോദ്യം ചെയ്യലുമായി ഈ MLA ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആദ്യം അതിജീവത പരസ്യമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി നൽകിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടത്. അന്ന് ഒളിവിലായിരുന്നു. ആ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം കോടതി അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകിയതോടുകൂടി ആണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഇപ്പോൾ ഈ പൊതുമണ്ഡലത്തിലേക്ക് എത്തിയതും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഡിസംബർ മാസം 11-ാം തീയതിയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് വീണ്ടും പാലക്കാട് മണ്ഡലത്തിൽ തന്നെ സജീവമായി ഉണ്ടായിരുന്നു. MLA ഓഫീസിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇന്നലെ അദ്ദേഹം താമസിച്ച അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നു. കാരണം നിരന്തരം പോലീസ് ആ ഫ്ലാറ്റിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി കയറി ഇറങ്ങുന്നത് മൂലം അവിടുത്തെ താമസക്കാർക്ക് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയും അങ്ങനെ ആ ഫ്ലാറ്റ് ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഈ ഹോട്ടലിലേക്ക് മാറിയത്. ആ ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ അറസ്റ്റിലാവുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആളുകളുണ്ടായിരുന്നു, സഹപ്രവർത്തകരായ 3-4 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊന്നും അറിയാതെ തന്നെ അറസ്റ്റ് നടപ്പിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി കിട്ടിയിട്ട് ഒരാഴ്ചയായി. ആ ഒരാഴ്ചയായതിനു ശേഷം ആ പരാതി കൃത്യമായി പരിശോധിച്ചു. പരാതിക്കാരിയെ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വിളിക്കുന്നു. പരാതിക്കാരിയുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഇമെയിലായി കിട്ടിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഈ സംഭവങ്ങൾ നടന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു. പീഡനം നടന്നുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അത് വ്യക്തത വരുത്തിയതിന് ശേഷമാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടർന്ന് കൊണ്ടേയിരുന്നു. ഇന്നലെ അവർ കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ തന്നെ മുറിയെടുക്കുകയും
പെട്ടെന്ന് തന്നെ ഒരു 12 മണിയോടുകൂടി തന്നെ IG പൂങ്കുഴലിയുടെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP ആണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയത്. അതുവരെയുള്ള വിവരങ്ങളെല്ലാം തന്നെ വലിയ രഹസ്യമായി കാത്തു സൂക്ഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മാത്രവുമല്ല, ഈ 4ാമത്തെ പരാതി വന്ന വിവരം പുറത്താരെയും അറിയിച്ചിട്ടില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ പരാതികൾ പുറത്തു വരുമ്പോഴും അത് പുറം ലോകം അറിഞ്ഞിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറപ്പെടുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വന്നതോടെ തന്നെ പുറം ലോകം അറിയാതെ തന്നെ കേസ് കൈകാര്യം ചെയ്ത് ഒരു വിധത്തിലും ഇത് പുറം ലോകം അറിയാതെ മുൻകൂർ ജാമ്യത്തിന് നീങ്ങാത്ത തരത്തിലുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ളൊരു നീക്കം നടത്തുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഈ പോലീസ് സംഘം നടത്തിയ ഒരു വലിയ തരത്തിലുള്ള നീക്കത്തിന് വലിയ ഒരു എന്തായാലും ഒരു കേസ് തെളിയിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കേസിൽ, ഈ 4ാമത്തെ കേസിൽ മാത്രമായിരിക്കത്തില്ല ചോദ്യം ചെയ്യലുണ്ടാവുക. 1ാമത്തെ കേസിലും 2ാമത്തെ കേസിലുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന ഒരു ചെറിയ അയവിൻ്റെ അല്ലെങ്കിൽ കനിവിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്ത് കറങ്ങി നടന്നിരുന്നത്. ഇപ്പോൾ ഈ കേസ് കൂടി ആയി കഴിയുമ്പോഴേക്കും അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, കുറ്റകൃത്യങ്ങൾ ലളിതമല്ല, വലിയ തരത്തിലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ AR ക്യാമ്പിൽ നിന്നും പുറത്തിറക്കിയിരിക്കുകയാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധന ജനറൽ ആശുപത്രിയിൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കോടതിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. AR ക്യാമ്പിൽ നിന്നും ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് ഇറക്കിയിരിക്കുകയാണ്. അതിനുശേഷം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന ഉണ്ടാകും. അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കുക. ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ AR ക്യാമ്പിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ എന്താണ് അടുത്ത നടപടി എന്നത് അതിനുശേഷമായിരിക്കും വ്യക്തമാവുക. ഇപ്പോൾ എന്തായാലും AR ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കൂടുതൽ പോലീസുകാരടക്കം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു കനത്ത സുരക്ഷയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് ശേഷം AR ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ജനറൽ ആശുപത്രിയിലേക്ക് സുരക്ഷയോട് കൂടി തന്നെയാണ്, പോലീസുകാരുടെ വലയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിക്ക് മുന്നിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആന്റണി ജിസ്റ്റോർ ചേർന്നു. ആന്റണി, വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കും, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പുലർച്ചെയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ സ്റ്റേഷൻ AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വൈദ്യ പരിശോധന നടത്തിയ ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഏതായാലും കസ്റ്റഡി റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും ഒക്കെ ഇപ്പോൾ തയ്യാറായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മണിക്കൂറുകൾ ഏതാണ്ട് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള പോലീസ് സംഘം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ഭാവഭേദവുമില്ലാതെയാണ് ജീപ്പിലേക്ക് വന്ന് കയറുന്നതായി കാണാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സാധാരണ നിലയിൽ തന്നെയാണ് കാറിൽ പോലീസിന്റെ വാഹനത്തിൽ കയറി പോയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. തിരുവല്ലയിലാണ് മജിസ്ട്രേറ്റിന്റെ വീട് ഉള്ളത്. ഉടൻ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് സംഘം പോവുകയാണ്. വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ദൃശ്യങ്ങളുടൻ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അന്വേഷണ സംഘമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോവുകയാണ്.
ആന്റണി, ഈ ഒരു അതീവ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഒരു ആശുപത്രിയിലടക്കം നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യം ആദ്യമേ മുതൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് അടക്കം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതീവ സുരക്ഷയിൽ തന്നെയാണ്, ഈ ഒരു പോലീസിന്റെ വലയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ എന്തെങ്കിലും ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായുള്ള പോലീസ് സംഘം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ BJP പ്രവർത്തകരാണ് കരിങ്കൊടി അടക്കമുള്ളവുമായാണ് പ്രതിഷേധം. പോലീസ് വാഹനത്തിന് മുന്നിൽ എത്തിയാണ് രാഹുൽ മാങ്കൂട്ടമുള്ള പോലീസ് വാഹനത്തിന് മുന്നിൽ അത് തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ പോലീസുകാർ ഈ പ്രതിഷേധക്കാരെ മാറ്റി വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP പ്രവർത്തകർ ഉണ്ട്, അതുപോലെ തന്നെ DYFIയുടെ പ്രവർത്തകർ ഉണ്ട്. അങ്ങനെ വാഹനം ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ തടഞ്ഞ് ഇട്ടിരിക്കുകയാണ്. ഈ ജനറൽ ആശുപത്രിയിൽ വലിയ സുരക്ഷ നേരത്തെ തന്നെ പോലീസ് ഒരുക്കിയിരുന്നു. ഏതായാലും പോലീസ് സംഘം വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഇപ്പോൾ വാഹനം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. വാഹനത്തിന് ചുറ്റും DYFI BJP പ്രവർത്തകർ നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രി വളപ്പിലുള്ളത്. കരിങ്കൊടി അടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ ഇവിടെ ഉണ്ട്. പോലീസ് വാഹനത്തിന് ചുറ്റും 3-4 വശത്തും പോലീസുകാർ നിൽക്കുകയാണ്. വാഹനത്തിനടുത്തേക്ക് ഈ പ്രതിഷേധക്കാർ വരാത്ത വിധത്തിൽ വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വലിയ പ്രതിഷേധം, വാഹനം ഈ പ്രതിഷേധക്കാർ തടഞ്ഞ് ഇട്ടിരിക്കുകയാണ്. വാഹനത്തിൻ്റെ ഈ എല്ലാ വശത്തും തന്നെ ഈ പ്രതിഷേധക്കാർ ഉണ്ട്. വാഹനത്തിന് ചുറ്റും പോലീസിന്റെ സുരക്ഷ കൃത്യമായി തന്നെയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വാഹനത്തിൽ നിന്ന് ഇറക്കാൻ കഴിയും എന്നുള്ളതാണ്. വാഹനം ഇപ്പോൾ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കി പ്രതിഷേധക്കാരെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ DYFIയുടെ പൊതിച്ചോറുമായാണ് DYFIക്കാർ എത്തിയത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയും. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ DYFIയുടെ പൊതിച്ചോറ് പദ്ധതിയെ അധിക്ഷേപിച്ചിരുന്നു. അത് അന്ന് തന്നെ കഴിഞ്ഞ കാസർഗോഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അന്നും പൊതിച്ചോറുമായാണ് എത്തിയത്. ഏതായാലും ഇന്നും DYFI പൊതിച്ചോറുമായാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വാഹനത്തിൽ നിന്ന് പുറത്ത് ഇറക്കിയിരിക്കുകയാണ്. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കിടയിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് സംഘം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കയറുകയാണ്. വലിയ സുരക്ഷയാണ് ഉള്ളത്. ഇവിടെ വൈദ്യ പരിശോധനയ്ക്കായാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതാ തൊട്ടു പുറകെ പ്രതിഷേധവുമായി BJP പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ DYFI പ്രവർത്തകരുണ്ട്. അങ്ങനെ പ്രതിഷേധക്കാരും വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു. വലിയ ഒരു പോലീസ് സന്നാഹം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആയിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുക. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഇപ്പോൾ സമരക്കാരെ നീക്കി വളരെ പണിപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കിയത്. ഈ ജില്ലാ ആശുപത്രി വളപ്പിലേക്ക് വാഹനം പ്രവേശിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി DYFI അതുപോലെ തന്നെ പ്രവർത്തകർ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു.
ശ്രീ ആന്റണി, ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, രാഹുലിനെ AR ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് യുവമോർച്ചയുടെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒരു ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആശുപത്രിയിൽ ഉടലെടുക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുമായി തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറുമായി അടക്കം എത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത്. അതുപോലെ തന്നെ യുവമോർച്ചയുടെയും യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ച സമയത്ത് ഉണ്ടായിരിക്കുന്നത്. കനത്ത പോലീസ് വലയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആശുപത്രിയിനകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖത്ത് നിന്നും ആ ചിരി മായുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു പരാതി ആദ്യം മുതൽ ഉടലെടുക്കുന്ന സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഇത്രയും പരാതികളും തെളിവുകളും അടക്കം നിരത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു കോൺഫിഡൻസിൽ തന്നെയാണ് ഇതുവരെ നിൽക്കുന്നത്. ആ ഒരു ചിരി തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ മുഖത്തോട് നമുക്ക് വ്യക്തമാകുന്നത്. ഈ ഒരു ലാഘവത്തോട് കൂടി തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ കൂടി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ബിനോയ്, തുടരാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ഒരു കൂസലുമില്ലാതെ പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം, അതായത് വാഹനം എത്തിയ ഉടൻ തന്നെ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും BJPയുടെയും പ്രവർത്തകർ കരിങ്കൊടിയും പാർട്ടി പതാകകളുമായിട്ടൊക്കെ എത്തി വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് വാഹനം തടഞ്ഞ് ഏകദേശം 5 മിനിറ്റോളം സമയം തടഞ്ഞു വെച്ചിരുന്നു. അതിനുശേഷം പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ തള്ളി മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വൈദ്യപരിശോധന ഏകദേശം അരമണിക്കൂർ സമയമെങ്കിലും വേണ്ടിവരും പൂർത്തിയാകാൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ചും ലൈംഗിക പീഡന ആരോപണം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസിന് ഒരു കാരണവശാലും തെറ്റുകൾ സംഭവിക്കാതെയുള്ള തരത്തിൽ വൈദ്യപരിശോധനകൾ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ഇപ്പോഴും ജനറൽ ആശുപത്രി പരിസരത്ത് വലിയ തരത്തിലുള്ള തിരക്ക്, അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. വലിയ കൂട്ടം പ്രതിഷേധക്കാർ ഇപ്പോഴും ഉണ്ട്. ഡിവൈഎഫ്ഐക്കാർ നേരത്തെ തന്നെ അവരെ അധിക്ഷേപിച്ചത്, പൊതിച്ചോറിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വലിയ തരത്തിൽ അധിക്ഷേപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറുമായിട്ടാണ് ഇപ്പോൾ ഈ സമരസ്ഥലത്ത് ഈ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഡിവൈഎഫ്ഐയും ഒപ്പം BJP യുവമോർച്ച പ്രവർത്തകരുമെല്ലാം തന്നെ ഒരുപോലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എങ്കിൽ തന്നെയും ഇത്രയധികം പ്രതിഷേധമുണ്ടായിട്ട് പോലും ഒരു കൂസലുമില്ലാതെ, ആരെയും വകവയ്ക്കാതെ ചിരിയോടുകൂടിയാണ് ആശുപത്രിക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ താമസമില്ലാതെ തന്നെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നേരെ ഈ മജിസ്ട്രേറ്റ്, പത്തനംതിട്ടയിൽ മജിസ്ട്രേറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ തിരുവല്ലയിലെ കോടതിയിലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകാനാണ് സാധ്യത. അത്തരത്തിൽ ഉള്ള നീക്കങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള കേസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ കേസുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചപ്പോഴേക്കും അവിടെ ഉണ്ടായിരിക്കുന്നു. വലിയ തരത്തിലുള്ള പോലീസ് ഉണ്ടായിരുന്നത് കൊണ്ട് അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല. കരിങ്കൊടി വീശിയും പാർട്ടി പതാകകൾ വീശിയും ഒക്കെ ആയിരുന്നു BJP പ്രവർത്തകരും ഒപ്പം തന്നെ DYF പ്രവർത്തകരും പ്രതിഷേധിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസിൻ്റെ ഒരു ആൾ പോലും ഇവിടെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ DYFയുടെ നേതാക്കന്മാരൊക്കെ അവിടെ പ്രതികരിക്കുന്നുണ്ട്, അവർ മാധ്യമങ്ങളെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് DYFയുടെ പൊതിച്ചോറ് സമരത്തിലൊക്കെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിന് ഒട്ടും കുറവിനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി പോകുന്ന വഴിക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും തിരുവല്ലയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ
എങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രതിഷേധത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പോലീസ് വാഹനത്തിന് നേരെ കരിങ്കൊടി വീശാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. വാഹനം തടഞ്ഞിടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കടക്കുമ്പോഴേക്കും ഇതുവരെയായിട്ടും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരിൽ കെ മുരളീധരൻ ഒഴികെ മറ്റാരും തന്നെ പ്രതികരിച്ച് എത്തിയിട്ടില്ല. അത് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ നിയമസഭാ സ്പീക്കർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് നിയമസഭാ സ്പീക്കറാണ്. കാരണം കേസിൽ ഒരാൾ പ്രതിയായി കഴിഞ്ഞാൽ, കേസിൽ ആളെ പോലീസ് കസ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ അത് കൃത്യമായും ആ നിലപാട് മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും സ്പീക്കർ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് നടപടിയാണ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും സ്പീക്കർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. കാരണം നിയമസഭാ പുസ്തകോത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് കടക്കും. കാരണം ഈ ആന്റണി രാജുവിനെതിരെ കോടതി വിധി വന്നപ്പോൾ തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ യുവമോർച്ച ഡിവൈഎഫ്ഐയും BJP ഒക്കെ ഇപ്പോഴും ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നു, പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേക്കും കൃത്യമായും ഈ രാഷ്ട്രീയം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത്, ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ചയാക്കാൻ BJPയും ഒപ്പം തന്നെ നമുക്ക് ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. My G Future. Experience the next. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. KSFയുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. Curix Google TV by CJ Smart. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സതേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. നിസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, കൽപ്പക ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്. ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. നറുക്കെടുപ്പ് 2026 ജനുവരി 24. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ, പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. കടുത്ത പ്രതിഷേധത്തിന് ഇടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഒരു സൂചനയാണ്, സ്പീക്കർ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി ഈ ഒരു വിഷയം പരിഗണിക്കുമെന്നാണ്. രാഹുൽ അയോഗ്യനാക്കാനുള്ള ഒരു സാധ്യതയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത്തരത്തിൽ തന്നെ കടക്കും. അത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി കൂടേണ്ട ഒരു കാര്യമുണ്ട്. സ്പീക്കർക്ക് അതിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അത്തരത്തിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഒരു അംഗീകാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്തേക്ക് പോകും, അതിലല്ലെങ്കിൽ MLA സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇതിൽ നിയമപരമായ ചില കാര്യങ്ങൾ ഉണ്ട്. കാരണം ഈ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള വകുപ്പുകൾ പരിശോധിക്കണം. അതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ
പരിശോധിക്കണം. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും സ്പീക്കർ ഒരു നടപടിയിലേക്ക് നീങ്ങുക. സ്പീക്കർ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നടപടി ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു സാവകാശം, ഒരു 2-3 മണിക്കൂർ സമയം വേണ്ടിവരും നടപടി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി. എന്തായാലും സ്പീക്കർ പറയുന്നതനുസരിച്ച് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റി ചേരണം. ആ ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷേ അയോഗ്യനാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു സാധാരണക്കാരനായി മാറപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ MLA എന്നൊരു പ്രിവിലേജ് ഉണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അത് നഷ്ടമാകാൻ ഉള്ള സാധ്യത കൂടി ഉണ്ടാകും. എന്തായാലും അതൊക്കെ രാഷ്ട്രീയപരമായ തീരുമാനമല്ല, അത് സ്പീക്കറാണ് ഇത്തരം കാര്യങ്ങളിൽ കൈക്കൊള്ളേണ്ടത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ആന്റണി രാജുവിൻ്റെ കാര്യത്തിലും അത് സമാനമായി. പക്ഷേ അത് കേസിൻ്റെ വിധി വന്നതിന് ശേഷമാണ് ആ കേസിൻ്റെ വിധിയിൽ തന്നെ വ്യക്തമായി ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഇത് വിധി വന്ന ഉടൻ തന്നെ MLA സ്ഥാനം നഷ്ടപ്പെടുത്തുമെന്ന്. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത. ഇവിടെയും എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ പുറത്താക്കി നിർത്താൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്ര നാളത്തേക്കാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഒരു വ്യക്തത ആവശ്യമായി വരിക. എന്തായാലും രാഹുലിനെതിരെ നിയമസഭാ തലത്തിൽ സ്പീക്കറിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതെല്ലാവർക്കും ഒരു സൂചന, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പാഠമാണ്. ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ഒപ്പം തന്നെ അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു സൂചന കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയപരമായി ഇതിന് വലിയ തരത്തിലുള്ള അർത്ഥവും മാനങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് യഥാവിധി സമയത്ത് തന്നെ, അല്ലെങ്കിൽ യഥാർത്ഥ സമയത്ത് തന്നെ നടപടിയിലേക്ക് കടന്നതുകൊണ്ട് അവർക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യാതെ, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ തള്ളിപ്പറയാം. നേരത്തെ തന്നെ അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അത് ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ളതും ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനോ ഒന്നും തന്നെ ഇതുവരെയായും പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. കാരണം അവർ നേരത്തെ തന്നെ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും സൗഹൃദങ്ങളും അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായൊരു ചിത്രം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിജീവത നാട്ടിലെത്തണം. അതിജീവത ഇപ്പോൾ പ്രവാസിയാണ്, വിദേശത്താണുള്ളത്. അവർ ഇന്ന് വൈകുന്നേരത്തോ നാളെ രാവിലെയോ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ ഇവർ കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴി നൽകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇവരെ രഹസ്യമൊഴി നൽകും എന്നുള്ളതും ഏകദേശം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രഹസ്യമൊഴി നൽകിക്കഴിഞ്ഞാൽ കേസിൻ്റെ വകുപ്പുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 8 വകുപ്പുകളോ മറ്റോ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിയില്ല. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാൻ ഇടയുണ്ട്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാൻ ഒരു നീക്കം അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഈ കേസിലല്ലാതെ നേരത്തെ അതിജീവിതമാരുടെ കേസിലൊക്കെ തന്നെ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു. ആ നീക്കം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇനി എന്ത് തരത്തിലുള്ള ഒരു കേസിലേക്കായിരിക്കും നീങ്ങുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത ലഭിക്കുക. എന്തായാലും സ്പീക്കർ ഒരു തീരുമാനം വലിയ കാലതാമസമില്ലാതെ തന്നെ അറിയിക്കും. അതിൽ ഇയാൾ പുറത്താണോ അകത്താണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത ലഭിക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. പിന്നീട് നേരെ കൊണ്ടുപോവുക മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കായിരിക്കും. തിരുവല്ലയിലാണ് മജിസ്ട്രേറ്റിൻ്റെ വീട്. അവിടെ എത്തിച്ച് റിമാൻഡ് ഉൾപ്പെടെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ അതിജീവത തിരിച്ച് കേരളത്തിലെത്തണം. അവർ പ്രവാസിയാണ്, വിദേശത്താണുള്ളത്. അവർ നാട്ടിലെത്തിയതിന് ശേഷം അവരുടെ മൊഴി കൂടി കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക. എന്നാലും പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ AR ക്യാമ്പിൽ നിന്നും അദ്ദേഹത്തെ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. കടുത്ത പ്രതിഷേധത്തിനിടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു ആശുപത്രിയിൽ എത്തിച്ചത്. യുവമോർച്ചയുടെയും അതുപോലെ തന്നെ DYFIയുടെയും യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ്, കടുത്ത പ്രതിഷേധം തന്നെയാണ്. കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ
ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് തന്നെ കടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. സ്പീക്കർ അടക്കം ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി ഈ സംഭവം പരിഗണിക്കുമെന്നതാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണം. ആന്റണി ഡിസ്ചാർജ് ചെയ്തിരുന്നു. ആന്റണി, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർ ഇപ്പോൾ പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് തന്നെ കടക്കാൻ, അയോഗ്യനാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആന്റണി, തുടരാം. തീർച്ചയായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിപക്ഷമടക്കം CPM അടക്കം രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും അങ്ങനെ അതിലിപ്പോൾ അയോഗ്യനാക്കുന്ന നടപടികളിലടക്കം ഇപ്പോൾ പരിശോധിക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് ഡി ബിനോയും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ്. നേരത്തെ കേസുകളിലേക്കാളും കൂടുതൽ കൃത്യമായി തന്നെ കൂടുതൽ ഗൗരവതരമായ കേസ് അല്ലെങ്കിൽ ഒരു അറസ്റ്റ് എന്ന നിലയിലേക്ക് പോകുന്നു. കഴിഞ്ഞ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒളിവിൽ പോയി അവിടെ നിന്ന് പിന്നീട് രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു, അറസ്റ്റ് തടഞ്ഞ് ഉത്തരവൊക്കെ രാഹുൽ മാങ്കൂട്ടം വാങ്ങുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പക്ഷേ അപ്രതീക്ഷിതമായി ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ പോലും കൃത്യമായ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ് പ്രത്യേക അന്വേഷണ സംഘം അവിടെ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കൃത്യമായി തെളിവുകൾ വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇരുവരും തമ്മിലുള്ള മറ്റു ബന്ധങ്ങൾ, അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മെഡിക്കൽ രേഖകളടക്കം ഹാജരാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഏതാണ്ട് 6 മണിക്കൂറോളം അവിടെ നടന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുന്നോടിയായി വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. വൈദ്യ പരിശോധന നടപടികൾ ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആശുപത്രിക്ക് ഉള്ളിലാണിപ്പോൾ ഉള്ളത്. അതേസമയം പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ യുവമോർച്ച, അതുപോലെ തന്നെ BJP DYFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. രാഹുൽ മാങ്കൂട്ടവുമായുള്ള വാഹനം ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ അത് തടയുന്ന സാഹചര്യം വാഹനം ഈ സമരക്കാർ തടഞ്ഞു. കരിങ്കൊടി ഉയർത്തിയുള്ള പ്രതിഷേധമുണ്ടായി. വളരെ പണിപ്പെട്ടാണ് പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷമാണ് ആശുപത്രിക്ക് അകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും തിരുവല്ലയിലെ മജിസ്ട്രേറ്റിലെ മുന്നിൽ ഹാജരാക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ്. കാരണം ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കീഴിലുള്ള കേസാണ്. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി കൊണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട്. അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അല്പസമയം മുമ്പ് ഈ AR ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴുള്ള ദൃശ്യമാണ്. ചിരിച്ച ഒരു ഭാവഭേദവുമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാഹനത്തിലേക്ക് കയറുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ചോദ്യം ചെയ്യലിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയുമായി, ഈ യുവതിയുമായി ബന്ധമുണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അല്ലാതെ മറ്റ് ആരോപണങ്ങളൊക്കെ അത് തള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഇപ്പോൾ വൈദ്യ പരിശോധന പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വൈദ്യ
പരിശോധന പൂർത്തിയാക്കിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 12:30 കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത ഈ പത്തനംതിട്ടയിലെ ഈ AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അവിടെ വിശദമായി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വം നൽകുന്ന AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത്. അവിടെ വലിയ സംഘർഷവും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്വാഭാവികമായും ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ്. വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടെങ്കിലും അവിടെ DYFI പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും കൂടി നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് കൊണ്ട് നിൽക്കുകയാണ്. അവർ ആശുപത്രിക്ക് പുറത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യും. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഇപ്പോഴും തുടരുകയാണ്. ശരി, ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കനത്ത പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. പുതുച്ചോറുമായായിരുന്നു DYFIയുടെ പ്രതിഷേധം. അതുപോലെ തന്നെ പത്തനംതിട്ട സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രൂരമായി ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ പരാതിയിലെ ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്പീക്കറുടെ ഭാഗത്തു നിന്നും രാഹുലിനെ അയോഗ്യനാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് ഈ ഒരു കമ്മിറ്റി ഈ ഒരു സംഭവം പരിശോധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു കാര്യത്തിൽ സ്പീക്കർ നിയമോപദേശം തേടിയിട്ടുണ്ട്. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത് എന്നടക്കമുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ആന്റണി ജിസ് ജോർജും D ബിനോയുമാണ് വിവരങ്ങൾ നൽകിയത്.